15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി മുതൽ 38 വയസ്സുകാരനായിട്ടുള്ള രോഹിത് ശർമ്മ വരെ കളം നിറഞ്ഞിട്ടുള്ള 5 മത്സരങ്ങൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യത്തെ പടി. എല്ലാ ടീമുകളും ആദ്യത്തെ ഒരൊറ്റ മത്സരം മാത്രം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പുതുയുഗ കഥ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം ഡൽഹി ക്യാപിറ്റൽസിന്റെ വിജയം കൂടിയാകുമ്പോൾ വീണ്ടും ഒരു 22 വയസ്സുകാരൻ ബോർഡിലേക്ക് എത്തുകയാണ്. സമീർ റിസ്വി ഇന്നലെ കൊണോളി എന്ന് പറയുന്ന താരം പഞ്ചാബ് കിങ്സിനെ വിജയത്തിലേക്ക് എത്തിച്ചു. അതും ഓസ്ട്രേലിയയുടെ 22 വയസ്സുകാരൻ. സ്കൂളും കോളേജും വിട്ടു വന്നവർ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളം നിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. സീനിയേഴ്സും ജൂനിയേഴ്സും ഒരുമിച്ച് ഒരേപോലെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും റഹാനെയും ഈ പയ്യൻസും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത് ഒരു കിടിലൻ ക്രിക്കറ്റ് ട്രീറ്റ് തന്നെയാണ്. എന്തായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ജയിച്ചു കയറി നിൽക്കുന്ന സമയത്ത് പന്തിന്റെ ഓപ്പണിംഗ് പരീക്ഷണം ഉൾപ്പെടെ ഭാഗ്യക്കേടുകൊണ്ട് നഷ്ടമായ സമയത്ത് ഒരൊറ്റ മത്സരങ്ങൾ കൊണ്ട് ഒന്നും നിർണ്ണയിക്കാൻ കഴിയില്ല. ഒരൊറ്റ മത്സരങ്ങൾ കൊണ്ട് ഒരു ടീമിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് കഴിയില്ല. പക്ഷേ ആദ്യത്തെ ഒരൊറ്റ മാച്ച് കഴിഞ്ഞിട്ട് ഏതൊക്കെ ടീമുകളാണ് അപകടം വിതയ്ക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത്? പവർ ഹൗസ് ആണെന്ന് തോന്നിയത് ഏത് ടീമിന്റെ കാര്യത്തിലാണ്? വലിയൊരു ടാർഗറ്റ് ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ കോൺഫിഡന്റ് ആയിട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണോ? തോറ്റു തുടങ്ങുന്ന ദൈവത്തിന്റെ പോരാളികൾ, ഇനി ഞങ്ങൾ തോൽക്കാനില്ല, ജയിച്ച് കയറാനാണ് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞ് ആദ്യ മത്സരത്തിൽ വമ്പൻ ചേസ് നടത്തിയിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് ആണോ? എതിരാളികൾക്ക് മുകളിലേക്ക് നിറയൊഴിക്കുമെന്ന് കരുതിയിരുന്ന ശക്തമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് നിരയെ എറിഞ്ഞിട്ട രാജസ്ഥാന്റെ ബൗളർമാരും തിരിച്ചടിച്ച രാജസ്ഥാന്റെ കുഞ്ഞു പടയാകുന്ന ബാറ്റിംഗ് ഓർഡറും ആണോ പേടി തോന്നിയത്? അതോ വേറെ എവിടൊക്കെ പാളിപ്പോയാലും കഴിഞ്ഞ 5 വർഷമായി ആദ്യത്തെ മത്സരം ജയിച്ചു കയറുന്ന പഞ്ചാബ് കിങ്സ് ആണോ? അങ്ങനെ ഓരോ മത്സരങ്ങളും അത്രമാത്രം ആവേശം നൽകി ലോ സ്കോറിംഗ് ഗെയിമുകളും ഹൈ സ്കോറിംഗ് ഗെയിമുകളും എല്ലാം ഈ ഒരൊറ്റ 5 ദിവസങ്ങളിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ എനിക്ക് ചോദിക്കാനുള്ളത് അതേ കാര്യം തന്നെയാണ്. ഈ ടൂർണമെന്റിൽ ഈ 5 മത്സരങ്ങളിൽ ഒരൊറ്റ പടി എല്ലാ ടീമുകളും കടന്നു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് തോന്നിയിട്ടുള്ള ടീം, ഈ 4 പേർ ഉറപ്പായിട്ടും പ്ലേ ഓഫിൽ ഉണ്ടാകുമെന്ന് തോന്നുന്ന 4 ടീമുകൾ, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയുമോ? അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത താരം ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. 22 വയസ്സുകാരനും 15 വയസ്സുകാരനും 38 വയസ്സുകാരനും 37 വയസ്സുകാരനും ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ നിങ്ങളെ ഇംപ്രസ് ചെയ്യുന്ന ഈ സീസണിന്റെ താരമാകാൻ വേണ്ടിയിട്ട് പോകുന്നുവെന്ന് നിങ്ങൾ കരുതുന്ന ഒരു താരമാരായിരിക്കും? ഞാൻ മിസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുകളുണ്ട്. ലക്നൌക്ക് വേണ്ടിയിട്ട് മികച്ച ബൗളിംഗ് പ്രകടനം ഇന്ന് കാഴ്ചവെച്ച പ്രിൻസ് യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു ടൂർണമെന്റിന്റെ താരമാകാൻ വേണ്ടിയിട്ട് പോകുന്ന, പവർ ഫാക്ടർ ആകാൻ വേണ്ടിയിട്ട് പോകുന്ന താരങ്ങളെയും ടീമുകളെയൊക്കെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്.